പടിഞ്ഞാറൻ മാനത്ത് സൂര്യൻ ചുവന്നു തുടങ്ങിയപ്പോൾ തന്നെ തറവാട്ടിലെ ഉമ്മറത്ത് ഇരുൾ വീണു തുടങ്ങിയിരുന്നു. പഴമയുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന മരത്തിന്റെ ഉത്തരങ്ങളും ഓടുമേഞ്ഞ മേൽക്കൂരയുമുള്ള ആ വീട് ഒരു വലിയ നെടുവീർപ്പ് പോലെ എനിക്ക് തോന്നി. മുറ്റത്തെ തുളസിത്തറയ്ക്കപ്പുറത്തെ ഇരുളിലേക്ക് കണ്ണുനട്ട് ഉമ്മറത്തെ ആ പഴകിയ ചാരുകസേരയിൽ അച്ഛൻ കിടക്കുകയാണ്. ഇടയ്ക്കിടെ ആ കസേരയിൽ നിന്ന് ക്രീ ക്രീ എന്നൊരു ശബ്ദം കേൾക്കാം. അച്ഛന്റെ അസ്വസ്ഥമായ മനസ്സുപോലെ തന്നെ ആ കസേരയും കരയുന്നതുപോലെ. അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ഭയമായിരുന്നു. ആ കണ്ണുകളിൽ എപ്പോഴും ഭയത്തിന്റെ ഒരു നിഴൽപ്പാടുണ്ട്. ചുമരിൽ തൂക്കിയിട്ട ആ തുരുമ്പെടുത്ത പെൻഡുലം ക്ലോക്കിന്റെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് സമയം കാണിക്കുന്ന ഒരു യന്ത്രം മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു ബോംബ് പോലെയായിരുന്നു അത്. രാമ, സന്ധ്യയായി, വിളക്ക് വെക്കാറായില്ലേ? അകത്യമുറിയിൽ നിന്ന് അമ്മയുടെ ശബ്ദം. അമ്മയുടെ ശബ്ദത്തിലും ക്ഷീണമുണ്ട്. അടുക്കളയിലെ പുകയേറ്റ് കറുത്ത മുഷിഞ്ഞ സാരിയുടുത്ത അമ്മ ഉമ്മറത്തേക്ക് വന്നു. കയ്യിലെ പിത്തള വിളക്കിൽ തിരിയിടുമ്പോൾ അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ വെളിച്ചം അച്ഛന്റെ മുഖത്തെ ചുളിവുകളിൽ വീണപ്പോൾ ആ മുഖം കൂടുതൽ ദയനീയമായി തോന്നി. ഞാൻ വരാന്തയിലെ തൂണിൽ ചാരി നിന്നു. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന നാളുകൾ. കൂട്ടുകാർ പലരും ഉപരിപഠനത്തിനും ജോലിക്കും ശ്രമിക്കുമ്പോൾ ഞാൻ ഈ വീടിന്റെ ഉമ്മറത്ത് അച്ഛന്റെ മുഖത്തെ ഇരുൾ മാറുന്നതും കാത്തു നിൽക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ഒരു മകനെന്ന നിലയിൽ അച്ഛന്റെ തോളിലെ ഭാരം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത എന്റെ നെഞ്ചിൽ കുത്തി നോവിച്ചു. അമ്മ, അച്ഛൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ഗുളിക കഴിച്ചില്ലേ? ഞാൻ പതുക്കെ ചോദിച്ചു. അമ്മ ദീർഘശ്വാസം വിട്ടു. എവിടെ? ആധാരത്തിന്റെ പലിശക്കാരൻ വർക്കി ഇന്ന് രാവിലെ വന്നിരുന്നു. പലിശ മുടങ്ങിയിട്ട് 3 മാസമായില്ലേ? അയാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടതിൽ പിന്നെ അച്ഛനാ കിടപ്പാണ്. പച്ചവെള്ളം പോലും ഇറക്കിയിട്ടില്ല. ആധാരം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വീടിനുള്ളിൽ ഒരു മരവിപ്പ് പടരും. ഞങ്ങളുടെ തറവാടിന്റെ അഭിമാനം മാത്രമല്ല, എന്റെ ചേച്ചി ലക്ഷ്മിയുടെ ജീവിതം കൂടിയാണ് ആ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് ചേച്ചിയുടെ വിവാഹത്തിന് പണം തികയാതെ വന്നപ്പോൾ അച്ഛൻ നെഞ്ചും വിരിച്ചു പണയം വെച്ചതാണ് ഈ മണ്ണും വീടും. അച്ഛൻ മെല്ലെ കണ്ണു തുറന്നു. മോനെ. ആ വിളിയുടെ നേർത്ത ശബ്ദം എന്നെ വേദനിപ്പിച്ചു. ഞാൻ അച്ഛന്റെ അടുത്തേക്ക് നീങ്ങി. എന്താ അച്ഛാ? അടുത്ത ആഴ്ച അവൾ വരും, ലക്ഷ്മി. മാധവനും ഉണ്ടാവും. വരും കൈയോട് അവരെ എങ്ങനെയാടാ നമ്മൾ സ്വീകരിക്കുക? കൊടുത്ത വാക്ക്, ആ 5 പവൻ, അതിനീം കൊടുക്കാൻ പറ്റിയില്ലല്ലോടാ. അച്ഛന്റെ ശബ്ദം ഇടറി. അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ വാക്കുകൾക്ക് എനിക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു. മുറ്റത്തെ മാവിന്റെ ഇലകൾ കാറ്റിൽ അനങ്ങുന്നുണ്ടായിരുന്നു. ഇരുട്ട് കനക്കുന്നു. അച്ഛൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ആ നെഞ്ചിലെരിയുന്ന തീയിൽ വെന്തുരുകുന്ന ഒരു പിതാവിനെ നോക്കി നിസ്സഹായനായി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. തറവാട്ടിലെ ഓരോ തൂണും ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഓർമ്മകൾ എന്നെ 3 വർഷം പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അത് ലക്ഷ്മി ചേച്ചിയുടെ വിവാഹ തലേന്നായിരുന്നു. മുറ്റത്തു കെട്ടിയ പന്തലിൽ നിറയെ അലങ്കാരങ്ങൾ. സീരിയൽ ബൾബുകൾ മിന്നിമറിയുന്നു. അയൽപ്പക്കത്തെ ചേച്ചിമാരും ബന്ധുക്കളും ചിരിയും കളിയുമായി വീടുണർത്തിയിരുന്നു. കല്യാണ വീടിന്റെ ബഹളങ്ങൾക്കിടയിലും അച്ഛന്റെ മുറിയിൽ മാത്രം കനത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. അച്ഛൻ പഴയൊരു കണക്ക് പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു. 50 പവൻ. പെണ്ണുകാണൽ ചടങ്ങിൽ വെച്ച് മാധവേട്ടന്റെ അമ്മവൻ ഉറപ്പിച്ചു പറഞ്ഞ ആ വാക്ക് അച്ഛന്റെ ഉറക്കം കെടുത്തിയിരുന്നു. അമ്മയുടെ കഴുത്തിലെ താലിമാല ഒഴികെ ബാക്കിയെല്ലാം ഊരി നൽകി. പോരാത്തതിന് ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ തറവാടും ബാങ്കിന്റെ ലോക്കറിലേക്ക് പണയ പണ്ടമായി മാറി. എന്നിട്ടും കണക്കുകൾ പിഴച്ചു. 5 പവൻ കുറവ്. ആ കുറവ് നികത്താൻ അച്ഛൻ ഓടാത്ത വഴികളില്ല, മുട്ടാത്ത വാതിലുകളില്ല. വിവാഹ ദിവസം പുലർന്നു. നാദസ്വരത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. എല്ലാവരും സന്തോഷത്തിലാണ്. പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് ചേച്ചി ഒരു ദേവയെപ്പോലെ പന്തലിലേക്ക് വന്നപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ എന്റെ ശ്രദ്ധ അച്ഛനിലായിരുന്നു. എല്ലാവരോടും ചിരിച്ച് കുശലം പറയുന്നുണ്ടെങ്കിലും അച്ഛൻ വിയർക്കുന്നുണ്ടായിരുന്നു. ആ ചിരി വെറുമൊരു മുഖമാധുരിയാണെന്ന് എനിക്കറിയാമായിരുന്നു. മുഹൂർത്തത്തിന് തൊട്ടുമുമ്പ്, താലികെട്ട് നടക്കുന്നതിന് തൊട്ടുമുമ്പ് അച്ഛൻ മാധവേട്ടന്റെ കാരണവന്റെ അടുത്തെത്തി. ചുറ്റുമുള്ള ആരവങ്ങൾക്കിടയിൽ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി അച്ഛൻ പറയുന്നത് ഞാൻ അടുത്തുനിന്ന് കേട്ടു. കുറവ് വന്ന ആ 5 പവൻ
1 മാസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം. എന്റെ കുട്ടിയെ സങ്കടപ്പെടുത്തരുത്. ഇതൊരച്ഛന്റെ അപേക്ഷയാണ്. അതൊരപേക്ഷയായിരുന്നില്ല. ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു യാചനയായിരുന്നു. ചുറ്റുമുള്ള ചില ബന്ധുക്കളുടെ കുസൃതി നിറഞ്ഞ നോട്ടം അച്ഛന്റെ മേൽ പതിച്ചപ്പോൾ എനിക്ക് ഭൂമി പിളർന്ന് താഴെ പോകാൻ മതിയെന്ന് തോന്നി. മാധവേട്ടൻ അന്ന് മൗനമായി തലയാട്ടി. ആ മൗനം സമ്മതമായിരുന്നോ അതോ മനസ്സില്ലാമന്തയുള്ള മൂളലായിരുന്നോ എന്ന് തിരിച്ചറിയാൻ അന്നെനിക്ക് പക്വതയില്ലായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് ചേച്ചി പടിയിറങ്ങിയപ്പോൾ അവൾ അച്ഛനെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ പരിഭവമില്ലായിരുന്നു, പക്ഷെ അച്ഛന്റെ കണ്ണുകളിൽ കുറ്റബോധം തിരതല്ലിക്കൊണ്ടിരുന്നു. നന്നായി വരും മോളെ എന്ന് പറയാൻ അച്ഛന് ശ്രമിച്ചെങ്കിലും തൊണ്ടയിടറി. കാർ പൊടിപടർത്തി അകന്നുപോയപ്പോൾ അച്ഛൻ ഉമ്മറത്തെ തൂണിൽ ചാരി തളർന്നു നിന്നു. ആ നിൽപ്പാണ് പിന്നേൽ അച്ഛനെ ഒരിക്കലും നിവർന്നു നിൽക്കാൻ അനുവദിക്കാത്ത വിധം തളർത്തിയത്. അന്ന് ബാക്കിയായ ആ 5 പവൻ അച്ഛന്റെ നെഞ്ചിൽ 5 വലിയ മലകളായി മാറി. ഓരോ ദിവസവും അതച്ഛനെ അമർത്തിക്കൊണ്ടിരുന്നു. 3 വർഷങ്ങൾ. കലണ്ടറിലെ താളുകൾ മറിയുന്നതിനനുസരിച്ച് അച്ഛന്റെ നെഞ്ചിലെ ഭാരം കൂടിക്കൊണ്ടിരുന്നു. ഋതുക്കൾ മാറി മാറി വന്നു. ഓരോവും വിഷുവും പടിവാതിൽക്കൽ വന്ന് മടങ്ങിപ്പോയി. ഓരോ ഉത്സവവും ഞങ്ങളുടെ വീട്ടിൽ നിശബ്ദതയുടെ ആഘോഷങ്ങളായിരുന്നു. ഈ കാലയളവിൽ പലതവണ ചേച്ചിയും മാധവേട്ടറും വീട്ടിൽ വന്നു. പക്ഷേ ആ വരവുകൾ സന്തോഷത്തേക്കാൾ ഉപരി ഒരു കോടതി വിസ്താരം പോലെയാണ് അച്ഛൻ അനുഭവപ്പെട്ടത്. ഓരോ തവണ ഗേറ്റിനു മുന്നിൽ അവരുടെ കാർ വന്നു നിൽക്കുമ്പോഴും അച്ഛൻ അറിയാതെ ഞെട്ടും. ഇന്നവർ ചോദിക്കുമോ എന്ന ഭയം ആ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മാധവേട്ടൻ വരുമ്പോൾ അച്ഛൻ വല്ലാതെ പരുങ്ങും. അമിതമായ ബഹുമാനവും വിധേയത്വവും കാണിച്ച് അച്ഛൻ സ്വയം ചെറുതാകുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടവും വരും. വാ മാധവ, ഇരിക്കൂ എന്നു പറയുമ്പോൾ അച്ഛന്റെ ശബ്ദം വിറയ്ക്കും. മാധവേട്ടന്റെ ഓരോ നോട്ടത്തിലും അച്ഛൻ അർത്ഥങ്ങൾ തിരഞ്ഞു. ആ നോട്ടം വെറും നോട്ടമാണോ അതോ വാഗ്ദാന ലംഘനത്തിനുള്ള ചോദ്യമാണോ എന്ന് തിരിച്ചറിയാൻ അന്നെനിക്ക് പക്വതയില്ലായിരുന്നു. ചേച്ചി പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ പെരുമാറും. അച്ഛാ, എന്താ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് അവൾ ചോദിക്കുമ്പോൾ അച്ഛൻ കള്ളച്ചിരിയോട് പറയും, ഏയ് ഒന്നില്ല മോളെ. അമ്മയുടെ കാര്യം അതിലും കഷ്ടമായിരുന്നു. ചേച്ചി വരുമ്പോൾ അമ്മ രഹസ്യമായി അവരുടെ ആഭരണങ്ങൾ ശ്രദ്ധിക്കും. മാല കുറഞ്ഞിട്ടുണ്ടോ, വളകൾ മാറിയോ, ആ വീട്ടിൽ ആരെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അടുക്കളയിൽ വെച്ച് ചേച്ചിയോട് അമ്മ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മോളെ, അവർ നിന്നോട് ആ ബാക്കി സ്വർണത്തെക്കുറിച്ച്? അപ്പോഴൊക്കെ ചേച്ചി അമ്മയുടെ വായ പൊത്തിപ്പിടിക്കും. അമ്മേ, അതൊന്നും ആരും ചോദിച്ചിട്ടില്ല. അമ്മ വെറുതെ ഓരോന്നാലോചിച്ചു കൂട്ടല്ലേ. ചേച്ചി ചിരിക്കും. പക്ഷെ ആ ചിരിക്ക് പഴയ തിളക്കമില്ലെന്ന് എനിക്കും അമ്മയ്ക്കും തോന്നിയിരുന്നു. ഈ വീടിന്റെ കനത്ത അന്തരീക്ഷം ഒട്ടും ബാധിക്കാത്ത ഒരാൾ എന്റെ അനിയത്തിക്കുട്ടി മാത്രമായിരുന്നു. അവൾക്കു ചേച്ചിയും മാധവേട്ടനും വരുന്നത് ആഘോഷമാണ്. ഗേറ്റിൽ കാത്തുനിന്ന് മാധവേട്ടൻ കൊണ്ടുവരുന്ന മിഠായി പൊതികൾ വാങ്ങി അവൾ തുള്ളിച്ചാടും. ചേച്ചി വന്നേ, മിഠായി കൊണ്ടുവന്നേ എന്നവരുടെ വിളിച്ചുകൂവലുകൾ കേൾക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് ഒരു നിമിഷം ആശ്വാസം തെളിയും. പിന്നെയും കാർമേഘം മൂടും. അവരുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ പലപ്പോഴും അച്ഛനെ കുത്തിനോവിച്ചു. അച്ഛാ, നമ്മളെന്താ ചേച്ചിയുടെ വീട്ടിൽ പോകാത്തത്? മാധവേട്ടൻ എപ്പോഴും വിളിക്കാറില്ലേ? അച്ഛൻ മറുപടി പറയില്ല. പോകാൻ അച്ഛന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വെറും കൈയോടെ മകളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന മടികൊണ്ടാണ്. രാത്രികളിൽ അച്ഛൻ ഉറങ്ങാറില്ല. മുറ്റത്തുലാവുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു പിതാവിന്റെ ആത്മസംഘർഷം ആ ചുവടുകളിലുണ്ടായിരുന്നു. ഓരോ ദിവസം കടന്നുപോകുന്തോറും ബാക്കിയുള്ള 5 പവൻ 5 ടൺ ഭാരമായി അച്ഛനെ ഞെരുക്കി. പലിശക്കാർ വീടിനു മുന്നിലൂടെ പോകുമ്പോൾ അച്ഛൻ ജനലടച്ചുള്ളിലിരിക്കും. സ്വന്തം വീട്ടിൽ ഒരു കള്ളനെപ്പോലെ ഒളിച്ചു കഴിയേണ്ട വരികേട് എന്ന ഒരു ഗതികേട്. ഇത്തവണത്തെ അവരുടെ വരവ് അച്ഛനെ കൂടുതൽ ഭയപ്പെടുത്തി. കാരണം കഴിഞ്ഞ തവണ പോകുമ്പോൾ അച്ഛൻ മാധവേട്ടന്റെ കൈപിടിച്ചു പറഞ്ഞിരുന്നു, അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും ഞാനെല്ലാം ശരിയാക്കാം. ആ അടുത്ത തവണ ഇതാ വന്നെത്തിയിരിക്കുന്നു. കയ്യിൽ ചില്ലിക്കാശില്ലാതെ, ആധാരം തിരിച്ചുപിടിക്കാനാവാതെ അച്ഛൻ നിൽക്കുന്നു. അച്ഛനും അമ്മയും ഭയപ്പെട്ടിരുന്ന മാധവേട്ടൻ ശരിക്കും ആരായിരുന്നു? പുറമേ കാണുന്ന ആ ഗൗരവക്കാരന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയായിരുന്നില്ല. എന്നാൽ ഈ വിരുന്നിന് കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എല്ലാത്തിനും വഴിതിരിവായി മാറി. അത് പിന്നീടൊരിക്കൽ മാധവേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ്. മാധവേട്ടന്റെ ഉറ്റ സുഹൃത്തായിരുന്നു രഘു, പട്ടണത്തിലെ വലിയ സമ്പന്നൻ. രഘുവിന്റെ പുതിയ വീട്ടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് മാധവേട്ടൻ പോയിരുന്നു. പാലസ് പോലെയുള്ള വീട്, ഇറ്റാലിയൻ മാർബിൾ വിരിച്ച നിലം, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, പണത്തിന്റെ ധാരാളിധ്യം എവിടെയും കാണാം. രഘുവിന് വിവാഹം കഴിച്ചത് വലിയൊരു തറവാട്ടിൽ നിന്നാണ്. 100 പവനിലധികമായിരുന്നു സ്ത്രീധനം. ആ സ്വർണത്തിന്റെ തിളക്കം കണ്ട് മാധവേട്ടൻ അന്ന് ചെറിയൊരു അസൂയ തോന്നിയിട്ടുണ്ടാകാം.
എനിക്കും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ മാധവേട്ടൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. രഘുവിന്റെ പ്രായമായ അച്ഛനും അമ്മയും ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നു. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അതിനിടേന്നാണ് രഘുവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വഴുതി താഴെ വീണത്. മാർബിൾ തറയിൽ ചായ പടർന്നു. നിമിഷനേരം കൊണ്ട് അവിടെ നടന്നത് മാധവേട്ടനെ ഞെട്ടിച്ചു. രഘുവിന്റെ ഭാര്യ, ആ വലിയ തറവാട്ടിലെ പെൺകുട്ടി, സഭ്യതയുടെ എല്ലാ അതിരുകളും ലംഘിച്ച് ആ വൃദ്ധരായ മാതാപിതാക്കളോട് കയർത്തു. വയസ്സാം കാലത്ത് മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന്, മര്യാദയ്ക്കൊരിടത്ത് ഇരുന്നൂടെ? ആക്രോശം കേട്ട് രഘുവിന്റെ അമ്മ വിറച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. രഘുവാകട്ടെ ഭാര്യയുടെ പണക്കൊഴുപ്പിനും അധികാരത്തിനു മുന്നിൽ തലകുനിച്ച് നിസ്സഹായനായി നിൽക്കുന്ന ഒരു മകൻ. സ്വന്തം അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു മകൻ. ആ കാഴ്ച മാധവേട്ടന്റെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി അദ്ദേഹത്തിന്. ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്നിറങ്ങി. കാർ ഓടിച്ച് തിരികെ വരുമ്പോൾ മനസ്സിൽ നിറയെ രഘുവിന്റെ അമ്മയുടെ കണ്ണീരായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. ഉമ്മറവാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ മാധവേട്ടൻ കണ്ടത് തന്റെ അമ്മയുടെ കാലുകൾക്ക് ഉഴിച്ചിൽ നടത്തിക്കൊടുക്കുന്ന ലക്ഷ്മിയെയാണ്. മാധവേട്ടന്റെ അച്ഛൻ മരുന്ന് കഴിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹത്തെ സ്നേഹത്തോടെ നിർബന്ധിച്ചു കഴിപ്പിക്കുന്ന ലക്ഷ്മി. ആ നിമിഷം മാധവേട്ടൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു. രഘുവിന്റെ വീട്ടിലെ മാർബിൾ തറയേക്കാളും ഭാര്യ കൊണ്ടുവന്ന 100 പവൻ സ്വർണത്തേക്കാളും വിലയുണ്ട് തന്റെ വീട്ടിലെ ഈ സമാധാനത്തിന്. ലക്ഷ്മി കൊണ്ടുവരാത്ത ആ 5 പവൻ സ്വർണത്തിന് പകരം അവൾ നൽകിയത് സ്നേഹവും പരിചരണവുമാണ്. തന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന ഒരു മരുമകൾ, അതല്ലേ യഥാർത്ഥ ഐശ്വര്യം? അന്നു രാത്രി മാധവേട്ടൻ ഉറങ്ങിയില്ല. താൻ കാരണം ലക്ഷ്മിയുടെ അച്ഛൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. 5 പവൻ കുറഞ്ഞതിന്റെ പേരിൽ താൻ കാണിച്ച മൗനവും ഗൗരവവും ആ കുടുംബത്തെ എത്രമാത്രം നോവിച്ചിട്ടുണ്ടാകും. കുറ്റബോധം കൊണ്ട് മാധവേട്ടന്റെ നെഞ്ച് നീറി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മാധവേട്ടൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അറിയിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊന്നും അറിയാത്ത എന്റെ പാവം അച്ഛൻ അദ്ദേഹത്തെ ഒരു വിധികർത്താവിനെ പോലെ ഭയന്ന് കാത്തിരിക്കുകയായിരുന്നു. ട്രിം ട്രിം ഹാളിലെ പഴയ ലാൻഡ് ഫോൺ ശബ്ദിച്ചപ്പോൾ അത് വീട്ടിലൊരു അപായമണി മുഴങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഉച്ചയുറക്കത്തിലായിരുന്ന അച്ഛൻ ഞെട്ടിയുണർന്നു. അച്ഛന്റെ നോട്ടം നേരെ ഫോണിലേക്കായിരുന്നു. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത്? ബാങ്കിൽ നിന്നാണോ അതോ പലിശക്കാരൻ വർക്കിയാണോ? ഞാൻ ഫോൺ എടുത്തു. ഹലോ അനിയ, ഇത് ഞാനാ, മാധവേട്ടൻ. മറുതലയ്ക്കൽ മാധവേട്ടന്റെ ശബ്ദം കേട്ടതും എന്റെ ഉള്ളൊന്ന് കാളി. അച്ഛനോട് പറയൂ, വരുന്ന ഞായറാഴ്ച ഞാനും ലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ശരി മാധവേട്ട. എന്റെ മറുപടിയിൽ ജീവനില്ലായിരുന്നു. ഫോൺ വെച്ച് ഞാൻ തിരിഞ്ഞപ്പോൾ അച്ഛൻ ഉമ്മറവാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാടാ? മാധവേട്ടനാ, ഞായറാഴ്ച വരുന്നുണ്ടെന്ന്. ആ വാർത്ത കേട്ടതും അച്ഛന്റെ മുഖത്തെ രക്തം വാർന്നു പോയതുപോലെയായി. ചാരു കസേരയിലേക്ക് അച്ഛൻ തളർന്നിരുന്നു. ഞായറാഴ്ചയോ? ഈ ഞായറാഴ്ചയോ? അച്ഛൻ സ്വയം ചോദിച്ചു. കഴിഞ്ഞ തവണ പോകുമ്പോൾ ഞാൻ പറഞ്ഞതാ, ഓണത്തിന് മുൻപ് തരാമെന്ന്. ഇതിപ്പോ ഓണം കഴിഞ്ഞു. ഇനിയും എന്തു പറഞ്ഞാണ് ഞാൻ അവരെ? അച്ഛന്റെ ശബ്ദം ഇടറി. അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നു. എന്താ, അവര് വരുന്നുണ്ടോ? അച്ഛൻ മറുപടി പറഞ്ഞില്ല. തല കുമ്പിട്ടിരുന്നു. അമ്മ സാരിത്തുമ്പിൽ കൈ തുടച്ചു. മുഖത്ത് നിഴലിച്ച ഭീതി മറക്കാൻ പാടുപെട്ടു. നമുക്കാ പശുവിനെ വിറ്റാലോ? അതുകൊണ്ടെന്ത് കിട്ടാനായടി? 5 പവന്റെ വില നിനക്കറിയാമോ? അച്ഛൻ നിരാശയോടെ ചോദിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ നെട്ടോട്ടത്തിൻ്റെതായിരുന്നു. അച്ഛൻ പഴയ കുടയും ചൂടി ഉച്ചവെയിലത്ത് പുറത്തേക്കിറങ്ങി. പണ്ട് സഹായിച്ചവരെ എല്ലാം പോയി കണ്ടു. സുഹൃത്തുക്കൾ, അകന്ന ബന്ധുക്കൾ, നാട്ടിലെ പ്രമാണിമാർ. പക്ഷെ എല്ലായിടത്തും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇപ്പൊ കയ്യിലൊന്നുമില്ല രാമേട്ട. മകളുടെ കല്യാണം കഴിഞ്ഞതേയുള്ളൂ. ബിസിനസ് മോശമാണ് രാമേട്ട. ഓരോ കാരണങ്ങൾ, ന്യായമായ കാരണങ്ങൾ. പക്ഷേ അത് കേൾക്കുമ്പോൾ അച്ഛന്റെ തോൾ ഒന്നുകൂടി കുനിയുമായിരുന്നു. ഒരു വൈകുന്നേരം അച്ഛൻ തിരികെ വരുമ്പോൾ മുഖം വല്ലാതെ കറുത്തിരുന്നു. വെയിലുകൊണ്ട് മാത്രമല്ല, അപമാനം കൊണ്ടുകൂടിയായിരുന്നു അത്. പടിക്കൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, തോറ്റുപോയി മോനെ, നിന്റെ അച്ഛൻ തോറ്റുപോയി. ഒരു പിതാവിനും ഈ ഗതി വരരുത്. മകൾ വീട്ടിലേക്ക് വിരുന്നു വരുമ്പോൾ സന്തോഷിക്കേണ്ടതിനു പകരം നെഞ്ചുപൊട്ടി മരിക്കാൻ തോന്നുന്ന അവസ്ഥ. അന്നു രാത്രി അച്ഛൻ ഭക്ഷണം കഴിച്ചില്ല. ഉമ്മറത്തിരുട്ടിൽ സിഗരറ്റിന്റെ കുത്തും വെളിച്ചത്തിൽ അച്ഛൻ ആകാശത്തേക്ക് നോക്കിയിരുന്നു. ഞായറാഴ്ച അടുക്കുംതോറും വീട്ടിനുള്ളിലെ വായുവിന് കനം കൂടുന്നതുപോലെ എനിക്ക് തോന്നി. സന്തോഷത്തിന്റെ വരവല്ല, വിധിയുടെ വരവാണ് ആ ഞായറാഴ്ചയെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. ഞായറാഴ്ചയിലെ വെയിലിന് ചൂട് കൂടുതലായിരുന്നോ? അതോ അച്ഛന്റെ നെഞ്ചിലെ തീ ആളിപ്പടർന്നതുകൊണ്ടാണോ? ഉച്ചയാകുന്നതിന് മുൻപേ അച്ഛന്റെ മുണ്ട് വിയർപ്പിൽ കുതിർന്നിരുന്നു. അച്ഛൻ 10ാമത്തെ തവണയും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. വിരുന്നുകാരെ സ്വീകരിക്കാൻ മാത്രമല്ല, വിധിയെ സ്വീകരിക്കാനും ആ ഗേറ്റ് മലർക്ക് തുറന്നിട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നൊരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു.
ആ ശബ്ദം അച്ഛന്റെ നെഞ്ചിലാണ് തുളച്ചു കയറിയത്. അവര് വന്നു, ചേച്ചി വന്നു! അനിയത്തിക്കുട്ടി ആവേശത്തോടെ മുറ്റത്തേക്കൂടി. അവളുടെ നിഷ്കളങ്കമായ ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നി. വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ചറിയാതെ പൂമ്പാറ്റയെപ്പോലെ പറന്നു നടക്കുന്ന അവൾ എത്ര ഭാഗ്യവതിയാണ്. വെളുത്ത അംബാസഡർ കാർ മുറ്റത്തു വന്നു നിന്നു. ടയറുകൾ ചരലിലുരയുന്ന ശബ്ദം. പൊടിപടലങ്ങൾ അടങ്ങുന്നതിനു മുൻപേ ഞാൻ ഉമ്മറത്തേക്കിറങ്ങി. അച്ഛൻ ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റു. കാലുകൾ വിറയ്ക്കുന്നത് കാണാതിരിക്കാൻ അച്ഛൻ തൂണിൽ മുറുക്കെ പിടിച്ചു. മുഖത്ത് കണ്ണാടിയിൽ നോക്കി പരിശീലിച്ച ഒരു കൃത്രിമ ചിരി അച്ഛനെടുത്തണിഞ്ഞു. അത് കാണാൻ വല്ലാത്തൊരു വികൃതമായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് ആദ്യമിറങ്ങിയത് മാധവേട്ടനാണ്. കടും നീല ഷർട്ട്, കയ്യിൽ വാച്ച്, കണ്ണിൽ സൺഗ്ലാസ്. ആ രൂപത്തിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭയമായിരിക്കാം ആ രൂപത്തിന് അത്രയും ഗാംഭീര്യം നൽകിയത്. മാധവേട്ടൻ സൺഗ്ലാസ് ഊരി പോക്കറ്റിൽ വെച്ചു. മുഖത്ത് ചിരിയില്ല. ആ നോട്ടം നേരെ അച്ഛന്റെ മുഖത്തേക്കായിരുന്നു. അച്ഛൻ അറിയാതെ ഒന്ന് പരുങ്ങി. പിന്നാലെ ചേച്ചി ഇറങ്ങി. കയ്യിൽ നിറയെ കുപ്പിവളകൾ, പട്ടുസാരി. അവൾ ചിരിച്ചുകൊണ്ട് അനിയത്തിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ആ കാഴ്ച കണ്ടപ്പോ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മകൾ രാജകുമാരിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. പക്ഷെ ആ ആഭരണങ്ങൾ പോലും അമ്മയ്ക്ക് ഓർമ്മപ്പെടുത്തിയത് പണയം വെച്ച താലിയെക്കുറിച്ചാണ്. വാ, കേറിയിരിക്കെ, അച്ഛൻ മാധവേട്ടനെ നോക്കി പറഞ്ഞു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ നേർത്തിരുന്നു. മാധവേട്ടൻ തലയാട്ടി. ചെരിപ്പ് ഊരിയിട്ട് അദ്ദേഹം ഉമ്മറപ്പടി കടന്നു. ആ കാലടി ശബ്ദം തറവാടിന്റെ നിശബ്ദതയെ ഭഞ്ജിച്ചു. ഹാളിലെ പഴയ സോഫയിൽ അദ്ദേഹം ഇരുന്നു. മുറിയിലെ ഫാനിന്റെ കിരുകിരു ശബ്ദം അസഹ്യമായി തോന്നി. ആരും ഒന്നും മിണ്ടുന്നില്ല. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞാൻ മൗനം ഭേദിക്കാൻ ചോദിച്ചു. കുഴപ്പമില്ല. മാധവേട്ടന്റെ മറുപടി ഒറ്റവാക്കിലൊതുങ്ങി. ആ ഗൗരവം അച്ഛനെ കൂടുതൽ ഭയപ്പെടുത്തി. അമ്മ അടുക്കളയിൽ നിന്നും മോരും വെള്ളവുമായി വന്നു. ഗ്ലാസ് നീട്ടുമ്പോൾ അമ്മയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവേട്ടൻ അത് വാങ്ങി ഒരിറക്ക് കുടിച്ചു. അച്ഛൻ ക്ഷീണിച്ചല്ലോ? മാധവേട്ടൻ പെട്ടെന്ന് ചോദിച്ചു. ആ ചോദ്യം അച്ഛനെ ഞെട്ടിച്ചു. ഏയ്, ഒന്നുമില്ല, വയസ്സാകെയല്ലേ. അച്ഛൻ വിയർപ്പൊപ്പിക്കൊണ്ട് കള്ളം പറഞ്ഞു. മാധവേട്ടൻ ചുറ്റും കണ്ണോടിച്ചു. ആ നോട്ടം ഓരോ ചുമലിലും ഓരോ വിള്ളലിലും ഒടുവിൽ അച്ഛന്റെ മുഖത്തും തങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു ജഡ്ജി കുറ്റവാളിയെ നോക്കുന്നതുപോലെ. ഓരോ നിമിഷവും അച്ഛൻ പ്രതീക്ഷിച്ചു, ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ ചോദിക്കും, ബാക്കി സ്വർണം എവിടെ? മോരും വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ മാധവേട്ടൻ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. ആ ഗ്ലാസ് വെച്ച ശബ്ദം പോലും ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ഫാനിന്റെ ഇരമ്പൽ, മുറ്റത്ത് മാവിരകൾ കാറ്റിലുലയുന്ന ശബ്ദം, പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നെഞ്ചിടിപ്പും എല്ലാം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അച്ഛൻ കസേരയുടെ വശങ്ങളിൽ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരഗ്നിപർവ്വതത്തിന് മുകളിലാണ് താൻ ഇരിക്കുന്നതെന്ന് അച്ഛന് തോന്നിയിരിക്കണം. മാധവേട്ടൻ തൊണ്ടയൊന്ന് ശരിയാക്കി. പിന്നെ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ മുഖപൂര അച്ഛനെ പാടെ തളർത്തി. തീർന്നു, എല്ലാം പറയാൻ പോവുകയാണ്. ഇത്രയും നാൾ അടക്കിവെച്ച ദേഷ്യം മുഴുവൻ ഇപ്പോൾ പുറത്തുവരും. അച്ഛൻ തലകുനിച്ചു. അപമാനം കൊണ്ട് ആ മുഖം കറുത്തു. കൈകൾ വിറയ്ക്കാതിരിക്കാൻ അച്ഛൻ മുണ്ടിന്റെ കോന്തലിൽ ചുരുത്തിപ്പിടിച്ചു. മോനെ, ആ സ്വർണത്തിന്റെ കാര്യം. മാധവേട്ടൻ വാചകം തുടങ്ങിയതും അച്ഛൻ ആകെ വിയർത്തു. മോനെ, അത് ഞാൻ... അച്ഛനൊന്നും പറയണ്ട, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒന്ന് കേൾക്ക്. മാധവേട്ടന്റെ ശബ്ദത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഒരുതരം വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ നിശബ്ദനായി, വിധിയെ കാത്തിരിക്കുന്ന കുറ്റവാളിയെപ്പോലെ. അച്ഛാ, ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ സുഹൃത്ത് രഘുവിന്റെ വീട്ടിൽ പോയിരുന്നു, അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യം പറയാൻ. അവിടെ വെച്ച് ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. രഘുവിന്റെ ഭാര്യ 100 പവനും കൊണ്ട് ആ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടി സ്വന്തം അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും പെരുമാറുന്ന രീതി, പ്രായമായ ആ മനുഷ്യരോട്, സ്വന്തം മാതാപിതാക്കളെപ്പോലെ കാണേണ്ടവരോട് അവൾ ആക്രോശിക്കുന്നത് ഞാൻ കണ്ടു. പണത്തിന്റെ ഹുങ്ക്, അഹങ്കാരം. രഘു ആകട്ടെ ഭാര്യയുടെ സ്വത്തിനു മുൻപിൽ വാതുറക്കാൻ വയ്യാതെ നിൽക്കുന്നു. ആ വീടൊരു നരകം പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ വീട്ടിനെക്കുറിച്ചാണ്. എൻ്റെ അച്ഛനെയും അമ്മയെയും സ്വന്തം അച്ഛനമ്മമാരെക്കാൾ സ്നേഹത്തോടെ പരിചരിക്കുന്ന ലക്ഷ്മിയെക്കുറിച്ച്. സ്വർണം കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവളെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
മാധവേട്ടൻ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛ, രഘുവിൻ്റെ വീട്ടിലെ മാർബിൾ തറയേക്കാളും പെട്ടിയിലിരിക്കുന്ന സ്വർണത്തേക്കാളും വലുതാണ് അച്ഛ സമാധാനം. ലക്ഷ്മി വന്നതിൽ പിന്നെ എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. വിളക്ക് വയ്ക്കുമ്പോൾ നാമം ജപിക്കുന്ന, വയസ്സായവർക്ക് കൂട്ടിരിക്കുന്ന ഒരു മരുമകൾ. അതാണ് അച്ഛ യഥാർത്ഥ ഐശ്വര്യം. അതിലും വലിയ എന്ത് സ്വർണമാണ് അച്ഛൻ ഇനി എനിക്ക് തരാനുള്ളത്? അച്ഛൻ വിശ്വസിക്കാനാവാതെ മാധവേട്ടനെ നോക്കി. ഇത്രയും നാൾ തന്നെ വേട്ടയാടിയ രാക്ഷസൻ പെട്ടെന്നൊരു മാലാഖയായി മാറിയതുപോലെ. അപ്പോൾ ആ 5 പവൻ? അച്ഛൻ ചോദിച്ചു. അതൊരു കണക്കായിരുന്നില്ല അച്ഛാ, എൻ്റെ അഹങ്കാരമായിരുന്നു. അത് ഞാൻ എന്നെ എഴുതി തള്ളി. ഇനി ആ സ്വർണത്തിന്റെ പേരും പറഞ്ഞ് അച്ഛൻ വിഷമിക്കരുത്. ഈ വീട്ടിലെ സമാധാനം കളയരുത്. മാധവേട്ടന്റെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, ആശ്വാസം കൊണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി ഓടിവന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം ആ മുറിയിലെ കനത്ത നിശബ്ദത ഉടഞ്ഞു. പകരം അവിടെ സ്നേഹത്തിന്റെ പുതിയൊരു വെളിച്ചം നിറഞ്ഞു നിന്നു. അച്ഛൻ വിറയ്ക്കുന്ന കൈകളോടെ മാധവേട്ടന്റെ കൈകളിൽ പിടിച്ചു. ആ കണ്ണുകളിൽ നിന്ന് നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഭാഷ മാധവേട്ടൻ വായിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ കനം തൂങ്ങി നിന്നിരുന്ന മൗനം അമ്മയുടെ വിതുമ്പലിലൂടെ അലിഞ്ഞില്ലാതായി. അച്ഛൻ കസേരയിൽ മരവിച്ചിരിക്കുകയായിരുന്നു. മാധവേട്ടന്റെ വാക്കുകൾ അച്ഛന്റെ ഹൃദയത്തിൽ തറച്ചെങ്കിലും അതുണ്ടാക്കിയ പ്രകമ്പനം അച്ഛനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. വർഷങ്ങളായി ചുമന്ന ഭാരം പെട്ടെന്ന് ഇറക്കി വെച്ചപ്പോൾ ശരീരം തുലാസ് തെറ്റിയതുപോലെ. മാധവേട്ടൻ തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കട്ടിയുള്ള ഒരു തവിട്ടു നിറത്തിലുള്ള കവർ പുറത്തെടുത്തു. എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്കായി. അദ്ദേഹം അത് ടീപ്പോയിയുടെ മധ്യത്തിൽ അച്ഛന്റെ നേരെ മുന്നിലായി വെച്ചു. ഇതെന്താ മോനെ? അച്ഛന്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. അച്ഛൻ നാളെ തന്നെ പോയി ആധാരം തിരിച്ചെടുക്കണം. അതിനുള്ള പണമാണ്. പലിശയും മുതലും എല്ലാം ഇതിലുണ്ട്. അച്ഛൻ ഞെട്ടിപ്പോയി. കസേരയിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റു. അയ്യോ, വേണ്ട വേണ്ട മോനെ, അത് ശരിയല്ല. മകളുടെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങി കടം തീർക്കുകയോ? അതെന്റെ അഭിമാനത്തിന്. അച്ഛൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. പാരമ്പര്യത്തിന്റെയും അഭിമാനത്തിന്റെയും വേലിക്കെട്ടുകൾ അപ്പോഴും അച്ഛനെ തടയുന്നുണ്ടായിരുന്നു. മാധവേട്ടൻ അച്ഛന്റെ കൈകളിൽ പിടിച്ചു. ആ പിടിയിൽ സ്നേഹവും അതിലുപരി അവകാശവും ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് ദാനമല്ല, കടവുമല്ല. ലക്ഷ്മി എനിക്ക് തന്നപ്പോൾ അച്ഛൻ എനിക്കൊരു മകളെ മാത്രമല്ല തന്നത്, ഒരു മകനാകാനുള്ള അവസരം കൂടിയാണ്. ഈ വീട്ടിലെ മൂത്ത മകനായി എന്നെ കണ്ടാൽ മതി. സ്വന്തം മകൻ അച്ഛന്റെ കടം വീട്ടിയാൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ? ഞാൻ ആ നിമിഷം മാധവേട്ടനെ നോക്കി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. എനിക്കതിന് കഴിവില്ലാതെ പോയല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം തോന്നിയില്ല. മറിച്ച് മാധവേട്ടനെപ്പോലെ ഒരാളെ ചേച്ചിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അഭിമാനം തോന്നി. ഇനി ആ പലിശക്കാരന്റെ മുന്നിൽ അച്ഛൻ തലകുനിക്കരുത്. ആധാരം തിരിച്ചെടുത്ത് ഈ വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങണം. അതാണ് എനിക്ക് വേണ്ട സ്ത്രീധനം. മാധവേട്ടൻ ചിരിച്ചു. ആ ചിരിയിലൊട്ടും കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ആ കവർ കയ്യിലെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞുപോയി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അച്ഛൻ കരയുന്നത് കണ്ട അമ്മയും കൂടെ കൂടി. എന്റെ കൃഷ്ണ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്മ ആകാശത്തേക്ക് കൈകൂപ്പി. മതി മതി കരഞ്ഞത്, വന്നവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക്. അച്ഛൻ കണ്ണു തുടച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ആ വാക്കുകളിൽ പഴയ ഗൃഹനാഥന്റെ അധികാരം തിരികെ വന്നിരുന്നു. ഭയമില്ലാത്ത, കടപ്പാടുകളില്ലാത്ത സ്വതന്ത്രനായ ഗൃഹനാഥൻ. അമ്മ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. ചേച്ചി ഓടി നടന്ന് വിളമ്പുന്നു. അനിയത്തിക്കുട്ടി വാതൊരാതെ വിശേഷങ്ങൾ പറയുന്നു. ആ ബഹളങ്ങൾക്കിടയിലും ഏറ്റവും മനോഹരമായ കാഴ്ച അച്ഛനായിരുന്നു. വർഷങ്ങളായി അച്ഛന്റെ മുഖത്ത് കട്ടപിടിച്ചു നിന്നിരുന്ന കാർമേഘം പൂർണ്ണമായും ഒഴിഞ്ഞുപോയിരുന്നു. മാധവേട്ടനോട് കൃഷികാര്യങ്ങളും നാട്ടുവിശേഷങ്ങളും പറഞ്ഞ് അച്ഛൻ ഉറക്കെ ചിരിച്ചു. ആ ചിരി ഞാൻ അവസാനമായി കേട്ടത് ചേച്ചിയുടെ വിവാഹത്തിനു മുൻപാണ്. അച്ഛന്റെ തോളിലെ ഭാരം ഒഴിഞ്ഞപ്പോൾ നട്ടെല്ല് നിവർന്നതുപോലെ ആ കണ്ണുകളിലെ ഭയം മാറി അവിടെ വാത്സല്യം നിറഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് ഉമ്മരത്തിരിക്കുമ്പോൾ മാധവേട്ടൻ എന്നെ അടുത്തു വിളിച്ചു. അനിയ, നീ ഡിഗ്രി കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? PSCക്ക് പഠിക്കണം മാധവേട്ട. പിന്നെ ചെറിയ ജോലികൾക്കും ശ്രമിക്കുന്നുണ്ട്. മാധവേട്ടൻ എന്റെ തോളിൽ കൈയിട്ടു. മിടുക്കനാവണം. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അച്ഛനതൊരു വലിയ ആശ്വാസമാകും. പിന്നെ നമുക്കീ വീടൊന്നും മിനിക്ക് പണിയണം. ചോർന്നൊലിക്കുന്ന ഈ മേൽക്കൂരയൊക്കെ മാറ്റി നല്ലൊരു വീട്. അതിന് നീ കൂടി വിചാരിക്കണം. നമുക്ക് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനും ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള അംഗമാണെന്ന തോന്നൽ എന്നിൽ ശക്തമായി. തീർച്ചയായും മാധവേട്ട, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവർ പോകാനിറങ്ങി. അച്ഛനും അമ്മയും കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറുന്നതിന് മുൻപ് ചേച്ചി അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. വിഷമിക്കേണ്ട അമ്മേ, ഇനി എല്ലാം ശരിയാകും, ചേച്ചി പറഞ്ഞു.
മാധവേട്ടൻ അച്ഛൻ്റെ കൈപിടിച്ചു കുലുക്കി. എന്നാൽ ഞങ്ങൾ ഇറങ്ങും അച്ഛാ. ആധാരത്തിൻ്റെ കാര്യം നാളെ തന്നെ ശരിയാക്കണം. അച്ഛൻ തലയാട്ടി. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അത് സങ്കടം കൊണ്ടല്ലായിരുന്നു. കാർ ഗേറ്റ് കടന്ന് പൊടിപടർത്തി അകന്നു പോകുന്നത് നോക്കി ഞങ്ങൾ നിന്നു. പടിഞ്ഞാറൻ മാനത്ത് സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ സൂര്യൻ ഉദിച്ചുയരുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചം മുറ്റത്തെ തുളസിത്തറയിലും അച്ഛൻ്റെ മുഖത്തും വീണ് തിളങ്ങി. അച്ഛൻ സാവധാനം നടന്ന് ഉമ്മറത്തെ ആ പഴയ ചാരുകസേരയിൽ വന്നിരുന്നു. പതിവുപോലെ ആ കസേര കീർ കീർ എന്ന് ശബ്ദമുണ്ടാക്കി. പക്ഷെ ആ ശബ്ദത്തിനിപ്പോൾ ഒരു താളമുണ്ടായിരുന്നു. അച്ഛൻ കാലുകൾ നീട്ടിവെച്ച് കണ്ണുകൾ അടച്ച് കൈകൾ തലയ്ക്ക് പിന്നിൽ കെട്ടിവെച്ചു. ആ മുഖത്തിപ്പോൾ ഉത്കണ്ഠയില്ല. പകരം ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചൊരു മനുഷ്യന്റെ സംതൃപ്തി മാത്രം. ഞാൻ ഗേറ്റ് അടച്ച് തിരികെ നടന്നു. മുറ്റത്തെ മണൽത്തരികൾ എൻ്റെ കാലിൽ തടഞ്ഞു. ഈ മണ്ണ്, ഈ വീട്, ഈ മാതാപിതാക്കൾ, ഇതാണ് എൻ്റെ സമ്പാദ്യം. മാധവേട്ടൻ കാണിച്ചു തന്ന മാതൃക എൻ്റെ മുന്നിലുണ്ട്. ഇനി ഈ കുടുംബത്തിൻ്റെ ചിരി മായാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എൻ്റെ ചുമലുകൾക്കിപ്പോൾ ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നി. വീടിൻ്റെ ഉമ്മരപ്പടിയിൽ പുതിയൊരു കാലത്തെ സ്വപ്നം കണ്ട് ഞാൻ നിന്നു.